ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. ഇവിടെ അടുത്ത് പ്രോമിസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോയി കാണാം. അതോടൊപ്പം തന്നെ വൈകുന്നേരം ഫുഡും കഴിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തോടു കൂടിയിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങണം കേട്ടോ. അങ്ങനെ ഇറങ്ങി നമ്മൾ ആ സ്ഥലത്തെത്തി. നല്ല രീതിയിൽ പൂക്കളും ലൈറ്റൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഏരിയ റമദാൻ സ്പെഷ്യലായിട്ട് നല്ല രീതിക്ക് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് അനിയൻ പറയുന്നത്. ഇതിന് മുന്നേ എനിക്ക് കണ്ടുപരിചയമില്ല, അപ്പോൾ അവൻ പറഞ്ഞ കാര്യം ഞാനിവിടെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പ്രാണൊക്കെ നല്ല രീതിയിൽ ഓടിക്കളിച്ച് എൻജോയ് ചെയ്തു, ജസ്റ്റ് ഒന്ന് വീഴുകയും ചെയ്തിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ സർവ്വസാധാരണ എന്നുള്ള രീതിയിൽ അതങ്ങ് കഴിഞ്ഞു. ഈ പ്രോമിസ് ബ്രിഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വിഷ് മനസ്സിൽ വിചാരിച്ചിട്ട് അത് ലോക്കിൽ ആ ഒരു 2 പേരുടെ പേരിൻ്റെ ലെറ്ററോ അല്ലെങ്കിൽ ഫുൾ നെയിമോ എഴുതിയിട്ട് ആ ബ്രിഡ്ജിൻ്റെ 2 സൈഡിലും ലോക്ക് ചെയ്ത് കീ കളയുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഒരു ഫേക്ക് ലേക്ക് ഉണ്ട്, പക്ഷെ ഞങ്ങൾ കീ ഒന്നും കണ്ടില്ല ആ ലേക്കിൽ. അപ്പോൾ ആ കീ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. അങ്ങനെ ലോക്ക് ചെയ്തിടുന്ന ഒരു കുറേ ലോക്സൊക്കെ കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട് ഇവിടെ 2 സൈഡിലും. അതെല്ലാം നടന്ന് കണ്ടു കേട്ടോ. അങ്ങനെ ആ ബ്രിഡ്ജിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പറഞ്ഞില്ലേ, പ്രാണൊരു വീഴ്ചയും പാസ്സാക്കിയിരിക്കുന്ന സമയത്ത് അതെല്ലാം നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് ലുലു മാളിൻ്റെ താഴെ ഈ ഒരു സ്പൈസ് കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ ഏത് റെസ്റ്റോറൻറ്റിൽ ചെന്നാലും ഒരു 10-15 മിനിറ്റൊന്നുമല്ല, ഒരു 3/4 മണിക്കൂറൊക്കെ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയും. എന്നതിന് ശേഷമാണ് നമുക്ക് ആ റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയം ഞങ്ങളിങ്ങനെ നടന്ന് കളിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു മിഠായിയുടെ എന്തോ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു എന്താ 1 രൂപയോ 2 രൂപയോ അങ്ങനെ, രൂപയല്ല സോറി, ഇവിടുത്തെ ദിർഹം ഇട്ട് കഴിഞ്ഞാൽ അത് വർക്കായിട്ട് അതിൽ നിന്നൊരു മിഠായിയൊക്കെ കിട്ടും. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ ഞങ്ങളുടെ ടോക്കൺ വിളിച്ചു. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. മന്തിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ, അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളുടെ ഷെഫ് സ്പെഷ്യൽ മന്തിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പക്ഷേ നമുക്കത് ചെല്ലുമ്പോഴേക്കും കഴിഞ്ഞു പോയായിരുന്നു. അങ്ങനെ നോർമൽ മന്തിയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടാത്ത കാരണം കൊണ്ടുള്ള ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു എന്താ പറയുക, പ്രാണിയൊക്കെ നല്ല രീതിയിൽ കഴിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എരിവ് അത്ര അധികം താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ നന്നായി കഴിച്ചു കേട്ടോ. പിന്നെ മൊത്തത്തിൽ ഇവരുടെ എല്ലാം സ്പെഷ്യലായ കാരണം കൊണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു. നല്ല മന്തിയായിരുന്നു. ഇവിടുത്തെ മന്തീനെ ഹൈലൈറ്റ് ആക്കുന്നത് എനിക്ക് തോന്നിയത് ഇതിന് മുന്നേ വിളമ്പുന്ന ഒരു സൂപ്പും അതുപോലെ മട്ടനാണ് കേട്ടോ സൂപ്പ്. അതുപോലെ ഇതിന് ശേഷം വിളമ്പുന്ന ഈ ഒരു സ്വീറ്റുമാണ് കേട്ടോ. പിന്നെ വെച്ചെങ്കിൽ വിളമ്പി തരുന്നതിൻ്റെ അവരുടെ ഒരു എന്താ പറയുക, കസ്റ്റമർ കെയറിങ് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഈവനിങ് അടിപൊളിയായിരുന്നു. നല്ല രീതിയിലുള്ള കാഴ്ചകൾ കണ്ടു, നല്ല ഫുഡ് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം കേട്ടോ.